അവളെ തീർത്തിണ്ടാ. വെൽ ഡൺ മൈ ബ്രോ, യു ഡൺ ഇറ്റ്. നിങ്ങൾ പറഞ്ഞ പണം അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാവും. പിന്നെ ഒരു കാര്യം, ഒരു തെളിവ് പോലും അവിടെ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. കേരളത്തെ ഞെട്ടിച്ച കാർ ബോംബ് സ്ഫോടനത്തിൽ യുവതി കൊല്ലപ്പെട്ടു. ഇന്നുച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. വിവാഹിതയായ 21 വയസ്സുകാരി സ്നേഹയാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകമെന്ന് പോലീസ് നിഗമനം. മാളിയേക്കൽ തറവാട്ടിലെ ദുരൂഹ മരണങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറി സന്തോഷത്തിലേക്ക് മടങ്ങി വരികയാണ് ഈ കുടുംബം. അന്നും ഇന്നും സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഏട്ടനാനിയന്മാർ. ഈ കുടുംബത്തിന്റെ കാവൽ വിളക്കായി മെഹറുനിസയും. ഭർത്താവ് ഗൾഫിലുള്ള കുഞ്ഞു പെങ്ങൾക്ക് ഇപ്പോഴും ആ കുട്ടിത്തരൊന്നും മാറിയിട്ടില്ല. അതുപോലെ ഏട്ടനാനിയന്മാർക്ക് പൊന്നോമനയാണ് ഈ കുഞ്ഞുപെങ്ങൾ. പക്ഷേ മാളിയേക്കൽ തറവാട്ടിൽ ന്യൂജൻ കുട്ടികളുടെ മുമ്പിൽ ഇവളുടെ ഒരു ഒന്നും ചെലവാകുകയില്ല. മരമാക്രി ഇത് എത്ര പൈസയുടെ ക്രീമാന്നറിയോ? മരമാക്രി എന്റെ കെട്ട് ഇത്താക്കുള്ളിൽ പോയി മേക്കപ്പ് ചെയ്താ പോരെ? ഇത്തനെ പോലെ ഞാനും വിളിക്കട്ടെ. ഇത് താജിക്കയുടെ ഭാര്യയുടെ ഉപ്പയാണ്. മോള് മരിച്ചതിന് ശേഷവും ഈ ഉപ്പാക്ക് താജിക്ക ഇപ്പോഴും മകനെ പോലെ തന്നെയാണ്. മോനെ, ഞാൻ വന്നത് മോളുടെ കാര്യം പറയാനാണ്. ഈ മാസം 15-ാം തീയതി മോളുടെ കല്യാണമാണ്. നിങ്ങൾ കുടുംബസമേതം വരണം, വന്നിട്ട് ഉഷാറാക്കി തരണം. എൻ്റെ മൂത്ത മോള് പോയ പിന്നെ വീട്ടിലൊരു സന്തോഷം ഉണ്ടായിട്ടില്ല. ബാപ്പാ, ഈ കല്യാണം നമുക്ക് അടിച്ചു പൊളിക്കാം. പക്ഷേ എനിക്കൊരാഗ്രഹമുണ്ട്, ഈ മോളുടെ കല്യാണം ഈ വീട്ടിൽ വെച്ച് നടത്തണമെന്ന്. അത് പൊളിക്കും. ആയിക്കോട്ടെ മോനെ. അന്ന് മോളുടെ കല്യാണ സമയത്തും അവൾക്ക് റൂഹാനിൻ്റെയും കണ്ണീറിൻ്റെയും പ്രശ്നമുണ്ടെന്ന് തൊണ്ടക്കാട് ഉസ്താദ് പറഞ്ഞിരുന്നു. പക്ഷെ എനിക്കതിലൊന്നും വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞാനതൊന്നും വിശ്വസിച്ചില്ല. എന്നിട്ട് എന്തായി? എൻ്റെ മോള് സ്വർഗത്തിൽ പോയി. അത് പിന്നെ നമ്മളെ സത്താറിൻ്റെ നാട്ടിലെ ഉസ്താദ് തൻസി നാളെ തന്നെ ഉസ്താദിനടുത്ത് പോയിട്ട് എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ട് വാ. എന്തേ ഉപ്പാ, നിങ്ങൾ വിഷമിക്കണ്ട, കല്യാണം നമ്മൾ അടിച്ചു പൊളിക്കും. അവരോട് ചോദിച്ചാലോ? ഈ ഞൊണ്ടക്കാട് ഉസ്താദിന്റെ വീട് എവിടെയാ? സ്ട്രെയിറ്റ് പോയിട്ട് രണ്ടാമത്തെ വീട്. ഊതിയിട്ടും പറഞ്ഞിട്ടും ഞണ്ടങ്കാലിയ. തൻസീറല്ലേ? ഏട്ടൻ താജുവിൻ്റെ വൈഫ് മരണപ്പെട്ടിട്ടുണ്ടല്ലേ? കുടുംബത്തിൽ ഒരുപാട് പ്രശ്നമുണ്ട്. പുറത്ത് ചിരിയാണെങ്കിലും ഉള്ളി ഭയങ്കര സങ്കടം. എല്ലാ പ്രശ്നങ്ങളും ഈ ഞൊണ്ടങ്കാലി ഞങ്ങൾ റെഡിയാക്കി തരും. ഉസ്താദേ, കല്യാണ പെണ്ണിന് റൂഹാനിൻ്റെയും ഷെയ്ത്താൻ്റെയും പ്രശ്നമുണ്ട്. ഒരു പേടിയും വേണ്ട, ഷെയ്ത്താൻ പോയിട്ട് ഓളം വീട്ടിലൊരു വീരപ്പൻ വരെ കയറൂല. വീരപ്പൻ അതിന് മരിച്ചില്ല ഉസ്താദേ. ഒന്നും ഉണ്ടാണിക്കടേ മാറേ, എന്നോട് അറിയില്ല പറഞ്ഞു. ഇതിൽ ആ സുലൈഖയുടെ ആത്മാവുണ്ട്. ആ ഹുസൈനോട് വിളിച്ചിട്ട് പറയാം, ഓളിഞ്ഞൊന്നും മുണ്ടൂല. പിന്നെ നിങ്ങളെ കാര്യത്തിൽ കുറച്ച് ചിലവുകളൊക്കെ ഉണ്ട്. ഒരു 10,100 അടച്ചിട്ട് പോയിക്കോളെ. കല്യാണമൊക്കെ ഉഷാറായിട്ട് കിടക്കും. ജൽഷു, ആ പൈസ ഒന്ന് കൊടുത്തേ. കുഞ്ഞാനെ. അപ്പോൾ ഓക്കെ ഉസ്താദേ, അപ്പോൾ കല്യാണത്തിന് എന്തായാലും വരണം. കല്യാണത്തിന് വരിക മാത്രമല്ല, ഓളെ ഷെയ്ത്താനും കുപ്പിയിലാക്കിയിട്ട് ഞാനാണ്ട് വരും. ഒക്കെ ഉഷാറാവും.
ഇണക്കുരുവികൾക്ക് മൊഞ്ചിലിന്ന് മംഗലനാട് കൊട്ടും പാട്ടും മേളമോട് വെട്ടമിന്നിതാ മംഗകൾ കരങ്ങൾ തട്ടി ചുറ്റും കൂടിതാ ചക്കനരികെ പെണ്ണിരുന്നു നാണമോടിതാ ഹക്കിലിന്ന് വന്നു ചേർന്നതൊക്കെ ഇന്നിതാ സ്വരയും കളിച്ചിരിയും കഥ പറയും മധു നിറയും അതിലും മൃദുല മധുര ചിന്ത മിഥുന നൽകിതാ അസ്സലാമലൈക്കും. ഈ മാളിയൊക്കെ തറവാട് അറിയും? ആ എന്തേ അവരെ കുടുംബത്തിൽ എന്താണൊക്കെ പ്രശ്നം ഉണ്ടെന്നല്ലേ? അവിടെ ആകെ പ്രശ്നം 2-3 ആൾക്കാർ അവിടെ മരിച്ചിട്ടുണ്ട്. താജുക്കാരുടെ പെണ്ണ് മരിച്ചിന്, പിന്നെ ആരോടൊപ്പം മരിച്ചതവിടെ ആകെ മൊത്തം പ്രശ്നത്തിലാണ്. പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഏതോ ഉസ്താദിനെയൊക്കെ കൊണ്ടുവരുന്നുണ്ടെന്ന് പറയുന്ന കേട്ട് അല്ലേ? വെള്ളി നിലാവ് പൊന്നിൻ കിനാവ് പെണ്ണേ നീയൊരു പൂവ് പൂവല് മയില് മൈലാഞ്ചി ചൊപ്പില് മഞ്ചം നിറയെ വിരിക്കല് തട്ടമിട്ട ഹൂറിമാര് തൊട്ടടുത്തിതാ തൊട്ടുരുമ്മി ചാര നിന്റെ ചെക്ക നിന്നിതാ മിന്നി മാഞ്ഞിതാ നിന്റെ പൂമുഖത്തെടി മെല്ലെ കുഞ്ചി വന്നത് മുഹബത്താണടി ഞാനേ അവിടെയാണ് കാര്യം സാധിച്ചത്. ഇന്നത്തേക്ക് 5 കൊല്ലായി ഞാൻ നിന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട്. അല്ല നമുക്ക് ഇഷ്ടമാണെങ്കിലൊന്ന് പറഞ്ഞൂടെ? എന്തൊരു ചാടാ. എനിക്ക് നിങ്ങളെ ഇഷ്ടമൊക്കെ തന്നെയാ. നിങ്ങൾ ആദ്യം ഈ കൊട്ടേഷൻ പണിയും കാലൊടിക്കലൊക്കെ നിർത്ത്, എന്നിട്ട് എൻ്റെ ഉപ്പാട് വന്ന് ചോദിക്കും. ഞാൻ ആ പരിപാടിയൊക്കെ നിർത്തി. പിന്നെ കാര്യമായിട്ട് ഏറ്റെടുത്തൊരു കൊട്ടേഷൻ ഉണ്ട്, അതുകൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞ്. പിന്നില്ല. എന്താ പോരെ? ലിങ്കിടും പൊന്നിൻ ചൊങ്കില് പെണ്ണ് മുഞ്ചത്തിയായി ചമഞ്ഞിതാ കവിളിൽ പൂത്ത നാണ നുണക്കുഴി തെളിഞ്ഞിതാ പട്ടുമെത്ത കൊണ്ടലങ്കരിച്ച മണിയറോ കൊട്ടിയടച്ചിട്ട് പുൽകിടുന്ന കലവര ഹുസ്നുൽ ജമാലിനൊത്ത ബദറുൽ മുനീറ് മംഗലനാള് മംഗലനാള് ഇണക്കുരുവികൾക്ക് മൊഞ്ചിലിന്ന് മംഗലനാള് കൊട്ടും പാട്ടും മേളമോട് വെട്ടമിന്നിതാ മംഗകൾ കരങ്ങൾ തട്ടി ചുറ്റും കൂടിതാ ചക്കനരികെ പെണ്ണിരുന്നു നാണമോടിതാ ഹക്കിലിന്ന് വന്നു ചേർന്നതൊക്കെ ഇന്നിതാ സ്വരയും കളിച്ചിരിയും കഥ പറയും മധു നിറയും അതിലും മൃദുല മധുര ചിന്ത മിഥുന നൽകിതാ മംഗലനാള് മംഗലനാള് ഇണക്കുരുവികൾക്ക് മുഞ്ചിലിന്ന് മംഗലനാള്
എവിടെയാടാ നിന്റെ പുന്നാർ അനുജൻ? സ്നേഹ കൊലപാതകം പ്രതി തൻസീർ. കാർ ബോംബ് സ്ഫോടനത്തിൽ യുവതി കൊല്ലപ്പെട്ടു. കൊലപാതകമെന്ന് പോലീസ് നിഗമനം. അറിഞ്ഞില്ലേ ഈ പുന്നാരേട്ടൻ? വിളിക്കട പുന്നാര മോനെ. എന്താടാ ഞാൻ ഈ കേൾക്കുന്നത്? ഇവര് പറയുന്നത് സത്യമാണോ? നീ എന്തൊന്നും മുണ്ടാത്ത പറയടാ, പറയാ. ഇങ്ങനെയൊക്കെ ഒരിക്കൽ സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. സ്നേഹയുടെ കള്ളത്തരങ്ങൾ എനിക്കും തൻസിക്കാക്കും അറിയാമായിരുന്നു. പക്ഷെ നിങ്ങളുടെ മുന്നിലും സ്നേഹയുടെ മുന്നിലും അഭിനയിക്കുകയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. താജുക്കയുടെ വൈഫിനെ കൊലപ്പെടുത്തിയത് സ്നേഹയുടെ ബുദ്ധിയായിരുന്നു. മാളിയേക്കൽ തറവാടിനെ നശിപ്പിക്കാൻ സ്നേഹയെ ഫാത്തിമയായി സ്നേഹയുടെ അച്ഛൻ തന്നെയാണ് ഈ കുടുംബത്തിലേക്ക് വിട്ടത്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവൻ അപകടത്തിലാണെന്ന് തൻസിക്ക പറയുന്നുണ്ടായിരുന്നു. സ്നേഹ തൻസിക്കയെയും ഞങ്ങളുടെ കുടുംബത്തെയും വഞ്ചിക്കുകയായിരുന്നു. 6 മാസം മുൻപ് തെളിവുകളെല്ലാം ശേഖരിച്ച് തൻസിക്ക സ്നേഹയോട് ചോദിക്കാനിരുന്ന ദിവസമായിരുന്നു സ്നേഹ കൊലപ്പെടുന്നത്. പക്ഷെ സ്നേഹയെ കൊലപ്പെടുത്തിയത് തൻസിക്കയല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ചെയ്യാൻ തൻസിക്കക്ക് കഴിയില്ല. കൊന്നതാരാണെന്ന് എനിക്കും അറിയില്ല. നമ്മള് ഷോപ്പിങ്ങിന് പോയിട്ട് വരുന്നുണ്ട്. കുരുത്തക്കേടൊന്നും കളിക്കരുത് കേട്ടോ. കഞ്ചു കുരുത്തക്കേടൊന്നും കളിക്കരുതേ. പോട്ടെ ഷൈനു. കഞ്ചു പപ്പാക്ക് ഇപ്പൊ നമ്മളോടൊന്നും ഇഷ്ടേയില്ലാണ്. ഫുള്ളും അമ്മാന്റെ കൂടെ തന്നെ. നമ്മളേടെ കൂട്ടുന്നില്ല. കാണിച്ചു കൊടുക്കണം നമുക്ക്. കാണിച്ചു തരാം. ബാണേ ഏറെ നേരം
കൊതിച്ച ഉപ്പാക്കിപ്പ സ്നേഹം മൊത്തം ഉമ്മച്ചിയോടാ. ഉപ്പാക്കെന്നും കരള എന്നും സ്നേഹക്കടല മോനും മോളും ഉപ്പാക്കെന്നും പൊന്നും കുടമാ. ഉപ്പ ഉപ്പ ഞാനും മോളും കാണുന്നുണ്ട്, എല്ലാം എല്ലാം ഞാനും മോളും കേൾക്കുന്നുണ്ട്. സ്നേഹം മൊത്തം ഉമ്മച്ചിയോടേറെയാണ്, ഉപ്പാക്കിപ്പോ ഞാനും മോളും അന്യരാണ്. ഇനിയെന്നും കൊതിയേറും എൻ മോനും മോൾക്കും തുണയായി. എന്നും മിഠായും മിക്കാം, എന്നും ചോക്ലേറ്റും മിക്കാം, ഞാനും മോളും ഉപ്പ കുഞ്ഞി മക്കളല്ലേ. ഉപ്പാക്കെന്നും നിധിയ ഉമ്മിക്കെന്നും കാനിയ സ്നേഹം മൊത്തം എനിക്കെന്റെ മക്കളല്ലേ. ഉമ്മയ്ക്ക് മോളെ വേണ്ട, ഉപ്പാക്ക് മോനെ വേണ്ട, ഞങ്ങൾക്ക് കൂട്ടായി കുഞ്ഞു പാവയല്ലേ. ഉപ്പാക്ക് വേണം മോനെ ഉമ്മിക്കും വേണം മോളെ, പടച്ചോന് തന്ന വരദാനം നീയല്ലേ. ഇനി എന്ത് പറഞ്ഞാലും ഇനി എന്തു കേട്ടാലും ഈ ഉപ്പാക്കിപ്പ സ്നേഹം മൊത്തം ഉമ്മിയോടാ. അത് പാവം പെണ്ണല്ലേ തരി സ്നേഹം നൽകേണ്ടേ, ഈ ഉപ്പാക്കിന്നും എല്ലാരോടും ഇഷ്ടമല്ലേ. അതിപ്പോഴെന്താ ഉപ്പ ഞങ്ങൾ കാണാത്തെ, അത് എന്നും എന്നും ഉമ്മിക്കൊപ്പം തന്നൂടെ. ഉമ്മിക്കൊപ്പം സ്നേഹം നേരെ തന്നീടാം, എൻ മക്കൾക്കൊപ്പം ഇഷ്ടത്തോടെ നിന്നീടാം. ഇനി എന്നും ഈ സ്നേഹം ഈ മക്കൾക്കായി തരുമോ. ഞാനും മോളും തനിച്ച ഏറെ നേരം കൊതിച്ച ഉപ്പാക്കിപ്പ സ്നേഹം മൊത്തം ഉമ്മച്ചിയോടാ. ഉപ്പാക്കെന്നും കരള എന്നും സ്നേഹക്കടല മോനും മോളും ഉപ്പാക്കെന്നും പൊന്നിൻ കുടമാ. പണ്ടത്തെ പോലെ ഉപ്പ സ്നേഹത്തിൽ കൊഞ്ചാറില്ല, മോനൊപ്പം കൂടാറില്ല, ഓർത്തു നോക്ക്. ഉപ്പാന്റെ പൊന്നെ നിന്നെ ഈ ലോകത്തേറെ ഇഷ്ടം, എപ്പോഴും സ്നേഹം എന്റെ മക്കളോട്. ഇനി എന്നും കേൾക്കണ്ട, ഇനി ഒന്നും പറയണ്ട, എന്നുപ്പാക്കിപ്പോ നമ്മളെയൊന്നും വേണ്ടല്ലോ. ഇനിയെന്നും മിണ്ടാതെ ഇനിയെന്നും പറയാതെ നിന്നുപ്പ നിന്നെ വിട്ടങ്ങോട്ടും പോവുകില്ല. ഇനി ഉമ്മയ്ക്കൊപ്പം സ്നേഹത്തോടെ തന്നോടെ, ഞാനും മോളും ഒറ്റയ്ക്കായി പോയില്ലേ. ഇനിയെന്നും എന്നും സമ്മാനങ്ങൾ തന്നീടാം, ഒരു മൂളിപ്പാട്ടും പാടിത്തന്നുറക്കിടാം. എന്നുപ്പ പൊന്നുപ്പ ആ സ്നേഹം കൂടെ തരുമോ. ഞാനും മോളും തനിച്ച ഏറെ നേരം കൊതിച്ച ഉപ്പാക്കിപ്പ സ്നേഹം മൊത്തം ഉമ്മച്ചിയോടാ. ഉപ്പാക്കെന്നും കരള എന്നും സ്നേഹക്കടല മോനും മോളും ഉപ്പാക്കെന്നും പൊന്നും കുടമാ. ഉപ്പ ഉപ്പ ഞാനും മോളും കാണുന്നുണ്ട്, എല്ലാം എല്ലാം ഞാനും മോളും കേൾക്കുന്നുണ്ട്. സ്നേഹം മൊത്തം ഉമ്മച്ചിയോടേറെയാണ്, ഉപ്പാക്കിപ്പോ ഞാനും മോളും അന്യരാണ്. ഇനിയെന്നും കൊതിയേറും എൻ മോനും മോൾക്കും തുണയാ. കഞ്ചു, നമ്മളെ പപ്പാക്ക് നമ്മളെ തന്നെ നോക്കാൻ കഴിഞ്ഞില്ല. അക്കു, പിന്നെങ്ങനെ ഈ ഒരു കുഞ്ഞിനെ നോക്കുന്നേ. നമുക്കൊരു പണി കൊടുക്കണം കഞ്ചു. കാണാം കാണാം.